നിങ്ങൾ UK താമസിക്കുന്നവരാണോ? നിങ്ങൾ PR സ്റ്റാറ്റസ് ഉള്ള വർക്കിംഗ് പാരൻസ് ആണോ? എന്നാൽ നിങ്ങൾക്ക് വേണ്ടിയാണ് ഈ വീഡിയോ. 2025 സെപ്റ്റംബർ മുതൽ നിങ്ങളുടെ കുട്ടികൾക്ക്, അതായത് 9 മാസത്തിന് മേലെയുള്ള കുട്ടികൾക്ക് ഫ്രീ ഫണ്ടഡ് അവേഴ്സ്, അതായത് 30 hours പെർ വീക്ക് ഫ്രീ ചൈൽഡ് കെയർ കിട്ടുന്നതാണ്. ആണെന്നല്ലേ? അതിന് കുറച്ച് എലിജിബിലിറ്റി ക്രൈറ്റീരിയസ് ഉണ്ട്. ഇത് ഞാനിപ്പോൾ ലിസ്റ്റ് ചെയ്യാം. അപ്പോൾ എലിജിബിലിറ്റി ക്രൈറ്റീരിയയിൽ ചിൽഡ്രൻ മസ്റ്റ് ബി 9 months to 4 years ഓൾഡ് ആയിരിക്കണം, അതായത് ഓർ റീച്ചിങ് ദിസ് ഏജ് ബിഫോർ ദ സ്റ്റാർട്ട് ഓഫ് ദി ടേം. പിന്നെ ബോത്ത് പേരൻസ് ഓർ സിംഗിൾ പേരൻറ്റ് മസ്റ്റ് ബി വർക്കിംഗ് ആൻഡ് ഏണിംഗ് അറ്റ്ലീസ്റ്റ് ദ ഇക്വാലൻറ്റ് ഓഫ് 16 hours എ വീക്ക് അറ്റ് ദ നാഷണൽ മിനിമം വേജ്. പിന്നെ പേരൻസിൻ്റെ അഡ്ജസ്റ്റഡ് നെറ്റ് ഇൻകം മസ്റ്റ് ബി ബിലോ 1 lakh pound per year ആയിരിക്കണം. പിന്നെ പേരൻസ് മസ്റ്റ് ഹാവ് എ നാഷണൽ ഇൻഷുറൻസ് നമ്പർ, അല്ലെങ്കിൽ എ ബ്രിട്ടീഷ് ഓർ ഐറിഷ് സിറ്റിസൺ ഓർ സെറ്റിൽഡ് ഓർ പ്രീ സെറ്റിൽഡ് സ്റ്റാറ്റസ് ആയിരിക്കണം, അല്ലെങ്കിൽ ഒരു പെർമിഷൻ ഉണ്ടായിരിക്കണം പബ്ലിക് ഫണ്ട് അസസ് ചെയ്യാനായിട്ട്. കുട്ടികളെ നഴ്സറി ചേർക്കാനായിട്ട് 3 ടേമാണുള്ളത്, അതായത് സെപ്റ്റംബർ 1, ജനുവരി 1, ഏപ്രിൽ 1. അപ്പം 9th month ബർത്ത്ഡേ കഴിഞ്ഞ് വരുന്ന ടേമിൽ അവരെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ എങ്ങനെ ഇതിന് അപ്ലൈ ചെയ്യുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ ഈ എലിജിബിലിറ്റി ചെക്ക് ചെയ്യുക ഓൺലൈനായിട്ട്. പിന്നെ നമ്മുടെ ഈ ചൈൽഡ് കെയർ അക്കൗണ്ട് ത്രൂ നിങ്ങൾക്ക് ഇതിന് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ HMRCയുടെ വെബ്സൈറ്റിൽ പോവുക, ഒരു ചൈൽഡ് കെയർ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക, ഈ ഫ്രീ ഫണ്ടഡ് ചൈൽഡ് കെയറിന് അപ്ലൈ ചെയ്യുക. ഒരു 11 digit കോഡ് നിങ്ങൾക്ക് കിട്ടും. ഇതൊരു യുണീക്ക് ആയിട്ടുള്ള കോഡാണ്. ഇത് നിങ്ങളുടെ ചൈൽഡ് കെയർ പ്രൊവൈഡറിന് അല്ലെങ്കിൽ നിങ്ങളുടെ ചൂസൺ നഴ്സറിയിൽ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്രീ ഫണ്ടിങ് ആയിട്ടുള്ള 30 hours ചൈൽഡ് കെയർ കിട്ടും. അപ്പം നിങ്ങൾക്ക് കിട്ടുന്ന ഈ യുണീക്ക് കോഡ് എല്ലാ 3 മാസം കൂടുമ്പോഴും നിങ്ങൾ റീകൺഫേം ചെയ്യണം. അപ്പം നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ എത്രയും പെട്ടെന്ന് അപേക്ഷിച്ചോളൂ. നഴ്സറി ആപ്ലിക്കേഷനെ കുറിച്ചും ചൈൽഡ് കെയർ അക്കൗണ്ടിനെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് വീഡിയോ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് അത് ചെക്ക് ചെയ്യാം. വീഡിയോയുമായി വീണ്ടും നമുക്ക് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.